കൃപാവരങ്ങളിൽ നമുക്കിന്ന് ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരത്തിനെ കുറിച്ച് ചില വചനങ്ങൾ വേഗത്തിലൊന്ന് നോക്കാം. ജ്ഞാനത്തിന്റെ വചനം ആണ് നാം പ്രാപിക്കേണ്ടുന്ന ഏറ്റവും വലിയ കൃപാവരം. ഇല്ല എങ്കിൽ ഒരു കൃപാവരവും ആക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ നിഴലിടുമ്പോൾ അവൻ ജ്ഞാനിയായി മാറും. നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യണ്ട, ഞാൻ പറയുന്ന വചനം എടുത്താൽ മതി, ഇത് കേൾക്ക്. രക്ഷിക്കപ്പെട്ടവന്റെ മേൽ ആത്മാവ് കൊടുക്കുന്ന ആദ്യത്തെ ജ്ഞാനമാണ് യേശു കർത്താവാണ് എന്നുള്ളത്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത്, വചനം കേൾക്കുന്നവന്റെ അകത്ത് ആ വചനം വിശ്വാസമായി മാറുവാൻ ദൈവം പകരുന്ന ആദ്യ ജ്ഞാനമാണ് യേശു നിന്റെ പാപങ്ങൾക്ക് പകരക്കാരനായി മരിച്ചു, ക്രൂശിൽ പാപങ്ങളുടെ ശിക്ഷയായ മരണത്തെ, നിന്റെ മരണത്തെ അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു, അവൻ ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനത്തിന്റെ ആരംഭം. എനിക്ക് വേണ്ടി മരിച്ചവനെ കുറിച്ച് ഞാൻ അറിയേണ്ടതല്ലയോ, അവന്റെ ചരിത്രം എന്തെന്നും അവൻ ആരായിരുന്നു എന്നും പരിശുദ്ധാത്മാവ് അത് ഒന്ന് എന്ന് പറഞ്ഞ് പിന്നെ വെളിപ്പെടുത്താൻ ആരംഭിക്കും. എന്നാൽ പലരും അവിടെ വെച്ചിട്ട് ഇപ്പോ ചിലരോട് സ്നാനപ്പെട്ട എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സ്നാനപ്പെട്ടപ്പോ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ടു, വിശുദ്ധ പ്രജ നിന്റെ അകത്തുരുവായി. ആ ഉരുവാക്കപ്പെട്ടവനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം, അവനോടുള്ള സ്നേഹമാണ് ജ്ഞാനം. ആരായി ക്രിസ്തു, ആരായി യേശു, യേശുവിനെ കുറിച്ച് തിരുവെഴുത്തുള്ളിൽ എന്തൊക്കെ പറയുന്നു, ഈ അറിവ്, ഈ പകർന്നു തന്ന അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ക്രിസ്തു. അതുകൊണ്ട് പുത്രനെ അറിയാത്തവൻ ആരെ അറിയുന്നില്ല, അവനെ ദൈവത്തെ അറിയുന്നില്ല. അവൻ പരക്കെ കാണുന്നതെല്ലാം ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം, ജ്ഞാനം പ്രാപിപ്പാൻ യോഗ്യമായതാണ്. ജ്ഞാനം ഇല്ല എങ്കിൽ വിശ്വാസം ഇല്ല. ദൈവത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പരിജ്ഞാനത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെടാത്തത്. ജ്ഞാനം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, സൗഖ്യം വെളിപ്പെടണം, അത് വെളിപ്പെടണം, വരങ്ങൾ വെളിപ്പെടണം, ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ പലതും വെളിപ്പെടാതെ പോകുന്നതിന്റെ കാരണം നമ്മളിൽ ആഴത്തിലുള്ളൊരു ജ്ഞാനം ദൈവത്തെക്കുറിച്ചില്ല. ദൈവത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചില്ല? യേശുവിനെ കുറിച്ച്. ഇവിടെ നേരത്തെ പറഞ്ഞു, ശമര്യക്കാരിയായ സ്ത്രീ പറയാണ്, അതാരോട് പറഞ്ഞു? ശമര്യക്കാരി സ്ത്രീ പറയാണ്, മശിഹ വരുമെന്നും മശിഹ എനിക്ക് സകലത്തെയും അറിയിച്ചു തരുമെന്നും. മശിഹയെ കുറിച്ച് പറഞ്ഞു തരും. പാപമൊക്കെ സിമ്പിളാണ്, വെളിപ്പെടുത്തി പാപബോധം തരും, അത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ആരംഭിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവശക്തി വ്യാപരിക്കുന്നത്. അതിനൊരു തെളിവ് പറയാം. ഇപ്പോ ജീവശാസ്ത്ര പുസ്തകത്തിൽ, ബയോളജി പുസ്തകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്ന് രണ്ടോ അധ്യായങ്ങളുണ്ട് പിള്ളേർക്ക്. പ്രത്യുൽപാദന അവയവങ്ങൾ, പിന്നെ എങ്ങനെ കുട്ടികൾ ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് 100 മാർക്കുമായി. അത് മാത്രമാണ് ഇടുകയാണെങ്കിൽ അതുവരെ തോറ്റുകൊണ്ടിരുന്ന കുട്ടി എന്ത് ചെയ്യും? ജയിക്കും. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പാപസംബന്ധമായതും നാശസംബന്ധമായതും ഒളിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ ഒരു ഭയങ്കര ജിജ്ഞാസയാണ്, ഒരു കൊതിയാണ്. സിനിമയിൽ നല്ല സീനൊക്കെ ഉണ്ടാവും, നല്ല ഉപദേശം, അതൊന്നും കാണത്തില്ല. ആവശ്യമില്ലാത്ത സീനൊക്കെ തികട്ടി വരും. അതുകൊണ്ട് ഇന്ന് വചനം പറയുന്നു, ജ്ഞാനം ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് എത്രത്തോളം ആഴത്തിൽ അറിയുന്നത് ജ്ഞാനം, ക്രിസ്തു വെളിപ്പെട്ട് കിട്ടുന്നത് പരിജ്ഞാനം. ജ്ഞാനത്തിൽ പ്രവേശിക്കുന്നവന് ക്രിസ്തു വെളിപ്പെട്ട് വരും. ആമേൻ. അപ്പൊ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഏതളവിൽ ഇപ്പോഴും ബാലന്മാരെ പോലെ തന്നെ നിൽക്കുവാണ്. ഇതിന്റെ അടുത്ത തലങ്ങളിലേക്ക് കയറാതെ നിൽക്കുവാണ്. ഒരാളോട് സുവിശേഷം പറയാൻ ഇത്രയേറെ നിങ്ങളെ കമ്പലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിനർത്ഥം നിങ്ങളിൽ ജ്ഞാനവുമില്ല, പരിജ്ഞാനവുമില്ല, സ്നേഹവുമില്ല. നീ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് 5 വാക്ക് പറയാൻ, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഞാൻ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയാൻ, ഇവിടെ അന്യജാതിക്കാർ എന്തുമാത്രം കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു, മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. എന്തല്ല സാധനം. നമ്മൾ ഒരുത്തൻ മരിക്കാൻ കിടന്നാലും നോക്കിക്കൊണ്ടിരിക്കും. മരുന്ന് കൊടുത്തോ? ഏത് ഡോക്ടറെ കാണിച്ചു? കുമാരകുമാരനല്ല, ഒരു ഗോപികുമാരൻ്റെ അപ്പുറത്തുണ്ട്. നിങ്ങൾ പോയതിന്റെ 3ാമത്തെ റോയിലിരിക്കും. ഗോപികുമാരനല്ല പറയണ്ടേ, നമ്മളുടെ കർത്താവിനെ കുറിച്ചൊരു വാക്ക്. ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് നമ്മൾ എന്തിന് 1ാം ക്ലാസ്സിൽ നിർത്തി? 2ാം ക്ലാസ് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുന്നേ ഇല്ലല്ലോ. 2ാമത്തെ പടി കയറും, 1-ൽ ഇറങ്ങും, 1-ൽ കയറും, 2-ൽ ഇറങ്ങും, 2-ൽ കയറും, 1-ൽ ഇറങ്ങും. പിന്നെ ആർക്കും മനസ്സിലാത്ത ഒരു മാർമികത പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓക്കെ. അപ്പോ ജ്ഞാനം പ്രാപിക്കാൻ കൊതിയുള്ളവൻ ഈ വചനങ്ങൾ ശ്രദ്ധയോടെ നോട്ട് ചെയ്യണം. ആമേൻ.
ഇപ്പൊ എല്ലാ ടോപ്പിക്സും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് മാത്രം ജ്ഞാനത്തെക്കുറിച്ച് ആത്മാവ് സഭകളോട് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായം, സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം, അതിന്റെ 5, 6, 7 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോ ജ്ഞാനമുണ്ടെങ്കിൽ ഉപമകൾ തിരിച്ചറിയാം. ജ്ഞാനം പ്രാപിച്ചാൽ ദൈവവചനം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാകാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ദൈവം പറഞ്ഞ ഉപമകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു ദർശനം കണ്ടു, ആ ദർശനം വ്യാഖ്യാനിക്കണമെങ്കിൽ വരം മാത്രം പോരാ, ആ വരം വചനവുമായി കണക്ട് ചെയ്ത് കിടക്കണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മള് കൊക്കോപ്പുഴുവിനെ പാമ്പെന്നും പാമ്പിനെ ഏണി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലാകുന്നു? ഞാനൊരു സ്വപ്നം കണ്ടു, പാലും തുമ്പൊക്കെ പറയേണ്ടതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് എല്ലോളം എന്ന് പറഞ്ഞിട്ട് എന്ത് രക്ഷപ്പെടും. പിന്നെ ഒന്നും പറയേണ്ട, അപ്പൊ തന്നെ ആത്മാവ് ഗ്രഹിപ്പിച്ചു തരും. ഇട കള്ള എന്നെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. അപ്പൊ ഇവിടെ കണ്ട കടങ്കഥകളും ചില കഥകളും ചില ഉപമകളും ഗ്രഹിപ്പാൻ ജ്ഞാനം ആവശ്യം. ദൈവം ഉപമകളാൽ സംസാരിച്ചില്ലേ യേശു? എന്തിന് ഉപമകളിൽ സംസാരിച്ചു? ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഈ ഉപമകൾ നീ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവമെന്ന ജ്ഞാനം നമ്മുടെ അകത്തൊരു പ്രകാശം തരേണ്ടതുണ്ട്. കൃപാവരങ്ങളിൽ ഏറ്റവും ശക്തമാണ് ജ്ഞാനം. ആമേൻ. അതിന് കൃപാവരങ്ങളിൽ കൊടുത്തിരിക്കുന്ന 1-ാം സ്ഥാനമാണ് ജ്ഞാനത്തിൽ. ആമേൻ. അത് ആത്മാവിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് മാത്രമല്ല, ബൈബിളിൽ ഉടനീളം 30 മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ നമുക്ക് ഈ ജ്ഞാനത്തിന്റെ വചനത്തെ കാണാം. ആമേൻ. അടുത്ത വാക്യം. ഒരു വ്യക്തിക്ക് ഭക്തി എപ്പോഴാണ് ഉരുവായത്? എപ്പോഴാണ് ഭക്തി ഉരുവായത്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എപ്പോഴാണ് ഈ ജ്ഞാനം ഉണ്ടായത്? എപ്പോഴാണ് ഈ ജ്ഞാനം വന്നത്? ആരോട് ചോദിച്ചു? എപ്പോഴാണ് ഈ ഭക്തി വെളിപ്പെട്ടത്? പുത്രൻ വെളിപ്പെട്ടപ്പോ, ദൈവം നിന്നെ സ്നേഹിച്ചപ്പോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിളിച്ചപ്പോ നിന്നിൽ ഭക്തി വെളിപ്പെട്ടു. യഹോവ ഭക്തിയാണ് ജ്ഞാനം. ദൈവസ്നേഹമാണ് ജ്ഞാനം. അതൊരു വരമാണ്. നമ്മുടെ അകത്തത് വരമായി ആക്ട് ചെയ്യണം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പൊ ഭക്തി, സ്നേഹം ആരംഭിച്ചാൽ കിടക്കുമല്ലോ കടൽ പോലെ ബാക്കി വെളിപ്പെട്ട് കിട്ടാനായിട്ട്. ഇവിടെ ശൂന്യമെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും എന്ത് ചെയ്യത്തില്ല. ഇവിടെ കുരുങ്ങിപ്പോയി അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല. ഇത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല. ഇതുകൊണ്ടാണ് വചനം പഠിക്കുക, വചനം പഠിക്കുക, വചനം പഠിക്കുക എന്ന് പറഞ്ഞ് തള്ളുന്നത്. ഞാൻ പ്രാപിച്ചതാണ് നിങ്ങളോട് സംസാരിക്കാറുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ കുറവുകൾ ഞാൻ സഭയിൽ പറയാറേ ഇല്ല. ഈ ജ്ഞാനം പ്രാപിക്കും തോറും ദൈവസ്നേഹവും ദൈവശക്തിയും നിറഞ്ഞു വരും. പലപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഓടും, പ്രാർത്ഥിക്കും. കർത്താവിനെ അറിയേണ്ടതിന് ഓടും, ആഴത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് ഓടും. മശിക വരും, മശിക സകലതും ഉപദേശിച്ചു തരും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇത് ആരംഭമാണ്. ഇപ്പോഴും 1-ാം ക്ലാസ്സിലും കിഡീസിലും പ്രീകെജിയിലും LKGയിലും UKGയിലും കിടന്ന് അടിക്കുക. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ആകട്ടെ, 10-ാം ക്ലാസ് 12-ാം ക്ലാസ്സിലേക്ക് വരണ്ടേ? ആമേൻ. 1 പ്രാവശ്യം 7 വായിക്കും. അപ്പൊ ഈ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്ന ആരാ? അപ്പൊ ഭോഷന്മാർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സമയം എത്രയായി? ജ്ഞാനിയോ? അയ്യോ സമയം പോയത് അറിഞ്ഞില്ല, പോണ്ടേ എനിക്ക്. വാ, ഭോഷന്മാരെന്ത് ചെയ്യും? ഇയാൾ സമയം നോക്കില്ല. 2-ന്റെ 1, 6, 10 സദൃശ്യവാക്യം. ചിലക്ക് ബുദ്ധിയിലേക്ക് നിങ്ങളുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റും. 2 സദൃശ്യവാക്യങ്ങൾ 2, 1, 6, 10. മകനെ മകളെ ജ്ഞാനത്തിന്. അപ്പൊ ജ്ഞാനത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അടുത്ത കാലത്ത് കരമെടുത്ത് പറയും, ദൈവത്തെക്കുറിച്ച് നിന്നോട് സംസാരിപ്പാനുണ്ട്. എത്ര വിശ്വസിക്കുന്നത്? അപ്പൊ വിളിച്ച് എന്നെ രക്ഷിച്ചിട്ട് ദൈവം മണവാളന്റെ വഴിക്ക് വേറെ സ്ഥലത്ത് വേറെ മണവാട്ടിയെ അന്വേഷിച്ച് നടക്കുക എത്ര മോശമാണ്. യേശു എന്നെ രക്ഷിച്ചിട്ട് എന്നെ മാത്രം സ്നേഹിച്ച് എന്റെ കൂടെ പാർത്ത് എന്റെ കൂടെ വസിച്ച് എന്നെ വൃത്തിയാക്കി എന്നെ വെടിപ്പാക്കി, അത് മതി. നിന്റെ മണവാളൻ എവിടെ? ഇപ്പൊ ചെക്കോസ്ലോവാക്യയിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ട് അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പുറത്തെ വീട്ടിൽ വേറൊരു യോഗത്തിൽ അനേക മണവാട്ടിമാരെ സൃഷ്ടിച്ചു, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. എവിടെ എന്റെ മണവാളൻ? എന്റെ അടുക്കൽ, എന്റെ പക്കൽ. അപ്പോ ജ്ഞാനമായത് വായിച്ചോ. നീ ജ്ഞാനത്തിന് എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് ചെവി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തിന് ചെവി കൊടുക്കണം? ദൈവശബ്ദം
ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ് വെളിപ്പെടുന്നത്. ഭക്തിയിൽ നിന്നാണ് യഹോവയെ കുറിച്ചുള്ള ജ്ഞാനം വെളിപ്പെടുന്നത്. ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്നാണ് ദൈവം ചിലതിനെ പൊഴിച്ചു തരുന്നത്. നമ്മൾ കൊതിയോടെ പറയാം, അപ്പ എനിക്ക് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ അപ്പ ചോദിച്ചു നോക്ക്, സ്നേഹത്തോടെ ചോദിച്ചു നോക്ക്. കർത്താവ് അത് എന്ത് ചെയ്യും? പൊഴിച്ചു തരും. നമ്മളിത് ചോദിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു പാട്ടിൽ കൂടി, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിൽ കൂടി, അല്ലെങ്കിൽ ആരിൽ കൂടിയെങ്കിലും, അല്ലെങ്കിൽ വചനം തുറക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കയറി വരും. ആമേൻ. വായിച്ചേ, നിന്റെ ഹൃദയം എവിടേക്ക് ചായ്ക്കണം? ഈ ബോധമില്ലാത്ത പരിപാടി നിർത്തിക്കോളാം. ജ്ഞാനത്തിന് ചെവി കൊടുപ്പിൻ. എല്ലാവരും പറഞ്ഞിട്ടെ, ജ്ഞാനത്തിന് ചെവി കൊടുപ്പിൻ. അപ്പൊ വരങ്ങളിൽ ഒന്നാമത്തെ ജ്ഞാനത്തിന്റെ വചനത്തിന് എന്ത് ചെയ്യണം? എനിക്ക് ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ കുറിച്ച് പറയണം. യെശയ്യാപ്രവചനം 53 കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. യെശയ്യാപ്രവചനം 61 കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. 61 അധ്യായം ഉണ്ട് യെശയ്യായിൽ. എനിക്ക് 66 അധ്യായത്തെ കുറിച്ച് പറഞ്ഞു തരണം. 150 സങ്കീർത്തനം എന്താണെന്ന് പറഞ്ഞു തരണം. ആലോചിക്കും. ആമേൻ. അടുത്ത 6 കണ്ടോ, യഹോവയല്ലോ. നമ്മൾ അല്പം മുമ്പ് വായിച്ചു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അടുത്ത് പറയാണ്, ദൈവമാണ് നിനക്ക് ജ്ഞാനത്തിന്റെ വചനം തരുന്നത്. യഹോവയല്ലോ. അപ്പൊ ഈ വരം തരുന്ന ആരാ? അപ്പൊ ഇന്നലെ വരെ എനിക്ക് നന്നായിട്ട് ലോകം ഭരിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ക്രമങ്ങളെല്ലാം തെറ്റും. ഈ ക്രമങ്ങൾ തെറ്റുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? ആലയത്തിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ചപ്പാത്തി അവിടെ വെച്ചിട്ട് ആലയത്തിനകത്ത് ഉണ്ടാക്കേണ്ടതേ ഉണ്ടാക്കാവൂ. ആമേൻ. അപ്പൊ യഹോവയല്ലോ ജ്ഞാനം. എല്ലാവരും പറഞ്ഞിട്ട്, യേശുവല്ലോ ജ്ഞാനത്തെ നൽകുന്നത്. അടുത്ത ഇപ്പൊ ഇത് എത്ര വാക്യോ? 6. കണ്ടോ, അപ്പൊ ഈ ദൈവം ജ്ഞാനത്തെ പകരുമ്പോ അതിനകത്തു നിന്നാണ് എന്ത് വരുന്നേ? ക്രിസ്തു എന്ന പൂർണ്ണതയുള്ള പരിജ്ഞാനം വെളിപ്പെടും. ജ്ഞാനം പ്രാപിച്ചവൻ പുത്രനെ വെളിപ്പെട്ട് കിട്ടാൻ യോഗ്യനായി മാറും. ഇതെല്ലാം മനസ്സിലാകണ്ട. ജ്ഞാനം പരിജ്ഞാനം രണ്ടും ചേർന്ന് കിടക്കുവാണ്. അതിൽ നിന്നല്ലോ. ഒന്നുകൂടെ വായിക്കാവോ? അപ്പൊ യേശു ദൈവത്തിന്റെ വായിൽ നിന്ന് ജ്ഞാനവും പരിജ്ഞാനവും വരുന്നു. അപ്പൊ എന്നെ ആരുപദേശിക്കണം? നിങ്ങൾ ഈ വചനം കേട്ടിട്ട് ഈ വചനം ആരുപദേശിച്ചായിട്ട് കരുതുന്നു? ദൈവം നിങ്ങൾക്ക് തന്നതായിട്ട് കരുതിക്കൊണ്ട്. ഇത് മറക്കരുത് കേട്ടോ, മറക്കരുത്. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഈ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. 10 കേട്ടോ. ദൈവം വെളിപ്പെടുത്തി തരുമ്പോ ഈ ജ്ഞാനം എവിടേക്ക് പ്രവേശിക്കും? ഉയരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ഒരു കൽപ്പന പുറപ്പെട്ടു എന്ന് എൻ്റെ ഉള്ളം എന്നോട് പറഞ്ഞു. ജ്ഞാനം അകത്ത് പ്രവേശിച്ചു. അവനിൽ നിന്ന് വരുന്ന ജ്ഞാനം എവിടെ പ്രവേശിക്കും? ആരാണോ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നത് അവന്റെ ഉള്ളിൽ ഈ ഭക്തി പ്രവേശിക്കും. മനസ്സിലായോ? ഇതാണ് ഈ കൃപാവരങ്ങൾ ഒരുത്തന്റെ മേൽ വെളിപ്പെടുമ്പോൾ ദാഹമുള്ളവനാണ് കൃപാവരങ്ങൾ. ഇപ്പൊ വീര്യപ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് വെച്ചോളൂ. പക്ഷെ ഒരു ജ്ഞാനവും പരിജ്ഞാനവും ഇല്ല, വെളിപ്പെടില്ലാതെ. അന്യഭാഷ വരം ചിലരിൽ 2-3 വാക്കുകളായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? ദൈവം കൊടുക്കാഞ്ഞിട്ടല്ല, നമ്മുടെ റൂട്ടുകൾ വേറെയാണ്. ഭാഷ വരമായി നൽകുന്ന ദൈവം പറയുന്നത് ചിലർക്ക് 2 വാക്കുകൾ ഞെരുങ്ങി വരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥനയിലോ അതിന്റെ അപ്പുറത്തേക്ക് അപ്പൊ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നോ കോംപ്രമൈസ്. ജ്വലിക്കണം, അതിലങ്ങ് ആടി തിമിർക്കണം, ആ ഭാഷയിൽ സന്തോഷിക്കണം. ദൈവത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ടപ്പോൾ അതിന്റെ കൂടെയാണ് ഈ വ്യാഖ്യാനം വരുന്നത്. വ്യാഖ്യാനം പ്രത്യേകമായി വരില്ല. ഭാഷ വര വ്യാഖ്യാനം ഒരുമിച്ച് കിടക്കും. അപ്പൊ ഒരുത്തം പറയുമ്പോൾ മറ്റു വ്യാഖ്യാനം ഉള്ളവൻ വ്യാഖ്യാനിക്കട്ടെ എന്ന് പറയുമ്പോൾ അയാൾക്കും വരമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇതിലോട്ട് പോട്ടെ. 10 വായിച്ചാട്ടെ. കരമേൽത്തൊരു മാത്രം കൊടുത്താട്ടെ. ഈ ജ്ഞാനം അകത്ത് പ്രവേശിച്ചു കഴിയുമ്പോ രോഗാതുരമാകുമോ? സങ്കടങ്ങൾ കയറി വരുമോ? നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുമോ? എന്തായാലും ഉണ്ടാത്ത പിന്നെ സംഭവിക്കും. എന്റെ മനസ്സെന്തായിത്തീരും? ഞാൻ യേശുവിനെ അറിയുന്നിടത്തോളം വീണ്ടും വീണ്ടും ആഹാ ഇമ്പം 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 ഇമ്പ ഇമ്പമേ, ആഹാ ഇമ്പം 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 ഇമ്പം. മതി. അടുത്ത 3-ാം അധ്യായം 7:13-25. 7 എടുത്താണ്. സ്വയം ജ്ഞാനിയാകരുത്. എന്റെ അപ്പം വലിയ ജ്ഞാനിയായിരുന്നു, അതുകൊണ്ട് ഞാനും ജ്ഞാനിയാണ്. നോ, നമുക്ക് സ്വന്തം ജ്ഞാനം കയറി കഴിഞ്ഞാൽ ഏത് ജ്ഞാനം മങ്ങിപ്പോകും.
അതാണ് വെളിപ്പാടില്ലാത്ത ജനം നശിച്ചു പോകുന്നത് പറയുന്നതിന്റെ കാരണം സ്വന്തം ഞാൻ ഇതിനിടയ്ക്ക് ഇൻബിൽറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില പ്രബോധനങ്ങൾക്കകത്ത് സ്വന്തം അനുഭവങ്ങളെ കയറ്റിവിടരുത്. മനസ്സിലാകുന്നുണ്ടോ? പ്രബോധനത്തിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ അനുഭവങ്ങളെ കയറ്റിവിടരുത്. പ്രബോധനം എപ്പോഴും വചനത്തിനകത്തും ആത്മാവിലും ഉറച്ചു നിൽക്കണം. ഇത് മനസ്സിലായോ? ദൈവവചനം ഒരാൾക്ക് പ്രബോധിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നിൽക്കണം. സാക്ഷ്യമായി വേണം പറയാൻ. വായിച്ചോളത് എല്ലാവരും ഒന്ന് പറയട്ടെ. എനിക്ക് തന്നെ അല്ല വേണ്ട, അടുത്തേക്ക് കൈ കൊടുത്ത് പറയും ഞാനൊരു സംഭവം തന്നെയെന്ന് ആരും പറയാം. ഇതൊക്കെ വീടിനകത്ത് തമാശയ്ക്ക് പറയും. ഒരു മീൻ കറി വെച്ചിട്ട് ഞാൻ വലിയ കുട്ടിയാന്ന് പറയുന്നത് ഞാനും അല്ലേ. ഹല്ലേലൂയ. അത് ഇച്ചിരി ഉപ്പ് കുടുംബം മിണ്ടാതെ ഇരുന്നിട്ട് പോണാണ്. ആമേൻ. ഹലോ, ആരും കടക്കളയിൽ പോണ്ട സമയമായില്ല. തരാം. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നമ്മൾ തന്നെ ജ്ഞാനിയാണെന്ന് തോന്നരുത്. എല്ലാവരും പറഞ്ഞിട്ട് ഒന്നുകൂടെ ഹൃദയം കൊണ്ട് പറയാം. ഈ ഉപദേശം കൈക്കൊള്ളാത്തവന് സ്വയം ഒരു ചിന്ത ഉണ്ടാവും, ഞാൻ പറയണ ശരിയാണ്, അതുകൊണ്ട് വേറെ ചാല് വെട്ടി പോകും. വചനം പറയുമ്പോൾ വേറെ ചാല് വെട്ടണം. ഇങ്ങനെയും അതിനൊരു അർത്ഥമുണ്ടല്ലോ. ആയിക്കോട്ടെ, വചനം നിന്നോട് എന്ത് പറഞ്ഞോ അതാണ് സത്യം. ഹല്ലേലൂയ. ദൈവം ഒരു ദർശനത്തിൽ നമ്മളോട് കൺവേ ചെയ്താൽ അത് എന്താണോ അത് അങ്ങനെ തന്നെ. ആമേൻ. അടുത്ത അത് എത്ര വാക്യം? 7 തന്നെ. ഇങ്ങനെ പറയുമ്പോൾ ഓരോന്ന് എടുത്ത് പറഞ്ഞോണം വായിക്കും. അപ്പൊ യഹോവയെ നീ എന്ത് ചെയ്യണം? ഭയപ്പെടണം. നമുക്ക് ഭയമില്ല, ദൈവഭയം ഇല്ലാത്തതുകൊണ്ടല്ലേ പാപം ചെയ്യുന്നത്, കള്ളം പറയുന്നത്. അപ്പൊ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറണം. ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറണം. ദോഷം കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്ത് ചെയ്യരുത്. ഹലോ, ഒരു മിനിറ്റ്, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ദോഷം കാണുമ്പോൾ ആ ദോഷം കുഴപ്പമില്ലെന്ന് കരുതി നീ എടുക്കരുത്. ആരെങ്കിലും വിഷപ്പാമ്പിനെ പോയി ഇക്ലിയാക്കും. ഒരു പാമ്പ് കിടക്കണം, ഇക്ലിയാക്കും. കടിക്കുന്ന പട്ടി വരുമ്പോൾ പിടിച്ച് മാറ്റി ചിരിക്കടാന്ന് പറയും, ഓടി തടിയെടുക്കും. ഇവിടെ പറയുന്നു യഹോവ ഭയമുള്ളവൻ, ദൈവ ഭയമുള്ളവൻ ദോഷം വിട്ട് അകന്നു നടക്കും എന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ദൈവിക ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവഭക്തിയും ദൈവഭയവും. ജ്ഞാനം അകത്തുള്ളവൻ എന്തുണ്ടാവും? സ്നേഹം കാരണം അതൊരിക്കലും നഷ്ടമാക്കരുതെന്നുള്ള ഭയവും കാണും. നിത്യത നഷ്ടപ്പെടരുതെന്ന് കൊതിക്കും. ക്ലിയർ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ എന്തിനാ ദൈവഭയം? ഒരു ദൂത് കേട്ടു, അതാവേ ഇതെന്നെ കുറിച്ചാണല്ലേ പറഞ്ഞത്, സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം മാത്രമേ ആ സങ്കടം ഇരിക്കത്തുള്ളൂ. അടുത്ത ദിവസം അതേ പരിപാടി എന്ത് ചെയ്യാണ് വീണ്ടും. അപ്പൊ നമ്മൾ നീ ദീർഘായുസുള്ളവനാകുന്നു, നീ ദീർഘക്ഷമയുള്ളവനാകുന്നു, നീ കൃപാലു. മോശയുടെ പാട്ടെടുത്ത് അങ്ങ് പാടുന്നു. അതിനു മുമ്പേ യഹോവ ആഘോഷിച്ച് പറഞ്ഞത് അതേ ഞാൻ ദയുള്ളവനാകുന്നു, അതേ ഞാൻ കൃപാലുവാകുന്നു, ഞാൻ എന്നൊക്കെ പറയാം. അപ്പൊ ദൈവഭക്തി, യഹോവ ജ്ഞാനമുള്ളവൻ, യഹോവ പരിജ്ഞാനം പ്രാപിച്ചവൻ, അവൻ ദൈവ ഭയമുള്ളവനായിരിക്കും. ദൈവ ഭയമില്ലാത്തതുകൊണ്ടാണ് പോകുന്ന വഴികളിൽ എല്ലാം കാമുകന്മാരുണ്ടാവുന്നത്. അടുത്ത വാക്യം, അടുത്തത് 13 വായിച്ചോ. 13 ജ്ഞാനം കിട്ടുന്ന മനുഷ്യനും വിവേകം പ്രാപിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. പുരുഷനാണല്ലോ, അത് പുള്ളിക്കാരൻ തന്നെ വെച്ചതാണ്. നിനക്കുണ്ടോ ഈ ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ടോ ശലോമൻ? നമ്മുടെ ഈ പറഞ്ഞ പെണ്ണിടുന്ന കാര്യത്തിലൊക്കെ മാറ്റിക്കളഞ്ഞു. അപ്പൊ ഈ ജ്ഞാനം പ്രാപിക്കാത്തവനോ ഭാഗ്യവാനല്ല. മനസ്സിലായോ? അപ്പൊ ജ്ഞാനം എന്ന വചനം പ്രാപിക്കട്ടെ. നമുക്ക് സൗഖ്യ ശുശ്രൂഷ ചെയ്യാനും ഇഷ്ടം, ഭാഷ വ്യാഖ്യാനം പറയാനും ഇഷ്ടം. ജ്ഞാനം പ്രാപിച്ച സഭ. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിൽ. നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുമോ, എത്രത്തോളം നമ്മൾ ദൈവത്തിന് കീഴടങ്ങുമോ, ദൈവ ഭയമുള്ളവരായിരിക്കുമോ, അത്രത്തോളം നാം പാപം വിട്ടൊഴിഞ്ഞവരായിരിക്കും. അത്രത്തോളം ദൈവസഭയിൽ നാം അനുഗ്രഹിക്കപ്പെടും. അത്രത്തോളം നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നമ്മളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. 1, 2, 3 അല്ല 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവം സാക്ഷ്യം പറയുന്നുണ്ടോ, പിന്നെ അവന്റെ അപ്പൻ നീതിമാനായിരുന്നത് പോലെ ഇവനായിരുന്നില്ല. അതിന്റെ അർത്ഥം ദൈവം സാക്ഷ്യം പറയല്ലേ, ദാവീദിനെ പോലെ പറ്റി നടന്നില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ആ പാപം തുടർന്നു. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃ കൊടുക്കുമ്പോൾ, ഇനി മക്കൾ അപ്പൻ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൂട്ടുകാർക്കൊക്കെ നല്ല മാതൃക കാണിക്കും. ആമേൻ. ദോഷം വിട്ട് അകലുവാൻ ദൈവ ഭയം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ കാണും. വായിച്ചോ. കണ്ടോ, ഈ ജ്ഞാനമുള്ളവൻ പെട്ടെന്നുള്ള പേടി എന്ത് ചെയ്യത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു?
എന്തെങ്കിലും കേട്ടാ ഉരി ഒലിച്ച് താട്ട കിടക്കണം, താഴെ വീടും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായോ? ആരും മിണ്ടുന്നില്ല. അങ്ങനെ അനുഭവം ഉണ്ടോ? ആണ്ടട അതാ നടക്കും, ഇതെല്ലാം പോയി. ജ്ഞാനത്തിന്റെ വചനം അകത്തുള്ളവൻ ആണ്ടട എല്ലാം പോയെന്ന് വീഴത്തില്ല. ആരെങ്കിലും നീ കള്ളി, അതോടി ഹൃദയം പൊട്ടി മരിക്കാറുണ്ട്, ഇറങ്ങി ഓടി. ഇനി കർത്താവുമായിട്ടൊരു പരിപാടി ഞാനില്ല. സുവിശേഷം വിട്ടോടി, സത്യം വിട്ടോടി, വിശ്വാസം വിട്ടോടി, സഭായോഗം മുടക്കി കളഞ്ഞു. ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരന്റെ മേൽ ക്യാൻസറിന്റെ സെൽസ് നിൽക്കുക. നമ്മൾ അവർക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ ദൈവം സൗഖ്യം കൊടുക്കുന്നു, അയാൾക്ക് കൂട്ടായ്മ കൊടുത്തു. ഭാര്യ പറഞ്ഞ് നടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലാതെ നടക്കും. ശരി ശരി ഭാര്യ. ദൈവമക്കളെ നിത്യത വേണമെങ്കിൽ കർത്താവിനെ ഭയപ്പെട്ട് ഓടിക്കണം. ഇപ്പോൾ വായിച്ച വാക്യം എന്താ? പെട്ടെന്നുള്ള പേടി. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വരം ആക്ട് ചെയ്യുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ജിന പറഞ്ഞു പോയെന്ന് എൻ്റെ ഓർമ്മ. ഈ വരം ആക്ട് ചെയ്യുന്നുണ്ടോ? വചനം തക്ക വചനം അപ്പോഴും കയറി വരുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്കൊരു ഭയപ്പെടുത്തുന്ന ഒരു വാക്ക് കേട്ടാൽ ജ്ഞാനത്തിന്റെ വചനമുള്ളവൻ അപ്പോൾ തന്നെ ഈ വചനം കേട്ട് ആശ്വാസം പ്രാപിക്കും. മനസ്സിലായോ? ഇത് മനസ്സിലായോ? വീട്ടിൻ്റെ അടുത്ത് തെങ്ങ് വീണു, ഉടനെ തന്നെ നമ്മൾ വീടില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുക, എൻ്റെ കർത്താവേ നീ എൻ്റെ കൂടെ ഉള്ളതിനാണ്. അപ്പൊ തന്നെ ഒരു ജ്ഞാനത്തിന്റെ വചനം കയറി വരും. നീ ഭയപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട, നാളെ ഇങ്ങനെ പുലരരുതേ എന്ന് കാത്തിരിക്കുമ്പോൾ പുലർന്നു, കുഴപ്പമില്ലാതെ നടന്നു. ഹല്ലേലൂയ. ചിലർ പറയണ്ട രോഗം ബാധിച്ചു, രോഗം വരിക, നീ ഭയക്കേണ്ട, നമുക്ക് ദൈവമല്ലേ. അടിപ്പിടലിന്റെ ശക്തിയാൽ നമ്മളെ സൗഖ്യമാക്കുന്നവനില്ലേ? അതുകൊണ്ട് അത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് കാര്യങ്ങളൊന്ന് സെറ്റാക്കിയാൽ പോരെ. അപ്പൻ്റെ അടുക്ക് പോയി ആ മുറിവൊക്കെ തുടച്ചാൽ പോരെ. അടിപ്പിടലിന്റെ ശക്തികളുടെ സൗഖ്യം വ്യാപരിക്കില്ലേ? നമ്മൾ ആ പിണർ ഒന്നുകൂടെ കുത്തിമാന്തിയാണ് നോക്കുന്നത്. ഇത് പോരാ, കുറച്ച് എല്ല് കാണാൻ പറ്റുന്നില്ല. അടിപ്പിടലിനാൽ സൗഖ്യമല്ലേ അല്ലേ? നമ്മൾ ആ മുറിവ് വെച്ച് കെട്ടിയോ? ജ്ഞാനമുള്ളവൻ പെട്ടെന്നുള്ള ഭയനിമിത്തം എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുകയില്ല. കണ്ട, ദുഷ്ടന് വരുന്ന നാശങ്ങളിലും ഇതിന്റെ ആടി നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്. സഭ പുറത്തു സംഭവിക്കുന്നതിന്റെ ആടിപ്പോകത്തില്ലെന്ന്. അതിന്റെ സ്ട്രെങ്ത് കണ്ടോ? വചനത്തിന്റെ സ്ട്രെങ്ത് കണ്ടോ? ആരുടെ മേലാണോ ഈ ജ്ഞാനത്തിന്റെ വചനം സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത്, അപ്പുറത്തൊരുത്തൻ വീണാലും ഇവന്റെ ഉള്ളിൽ പറയും, നിന്റെ വലതുവശത്ത് 1000 പേർ വീണാലും നിന്റെ ഇടതുവശത്ത് 10,000 പേർ വീണാലും നിനക്കൊരു അനർത്ഥവും ഇരിക്കുകയില്ല. നീ എന്നോട് പറ്റിയിരിക്കുകയല്ലയോ, നിന്റെ അകത്ത് എന്റെ വചനം വസിക്കുകയില്ലയോ, എന്റെ സഭയെ നിന്റെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. പെട്ടെന്നുള്ള മയക്കം ഇനി ഉണ്ടാവില്ല. ഭയപ്പെടുകയില്ല. ചിലർക്കൊരു ഭയമുണ്ട്. ആരെങ്കിലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വരേണ്ടതായിരുന്നു, തിരിഞ്ഞു പോയതാണ്. നമ്മൾ അത് നോക്കണ്ട. നമ്മളെ രക്ഷിക്കുന്ന വിടുവിക്കുന്ന ദൈവത്തോട് എന്ത് ചെയ്യുക? പറ്റിയിരിക്കുക സ്നേഹത്തോട്. ഇത് 4-ന്റെ 5 മുതൽ 11 വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4-ാം അധ്യായം 5 മുതൽ 11 വരെ. ജ്ഞാനം എന്ത് ചെയ്യണം? നീ സമ്പാദിക്കണം. ഇത് കടയിൽ വാങ്ങാൻ കിട്ടത്തില്ല, ബൈബിളിലും കിട്ടും. ഒരു ബൈബിൾ എടുത്തിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തപ്പിയ ജ്ഞാനത്തെ കുറിച്ചുള്ള വചനം കിട്ടും. നിങ്ങളാരും കരുതണ്ട ഞാനിത് ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെ നിങ്ങൾ തപ്പിയെടുത്താണെന്ന്. തീർന്ന് വായിച്ച് തപ്പിയെടുത്ത് എഴുതിയതാ, സമയം കിട്ടിയില്ല. നീ കുറച്ചിട്ട് എഴുതിയ ജ്ഞാനം എന്ത് ചെയ്യണം? ജ്ഞാനം സമ്പാദിക്കണം. നമ്മളെന്ത് സമ്പാദിക്കും? പണം സമ്പാദിക്കും. അത് പോണ വഴിയോ? എന്ന് ജ്ഞാനം അങ്ങനെ ആർക്കെങ്കിലും കവർന്നെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഹലോ, നമ്മളിപ്പോ ഒരു 5000 രൂപ 5000 രൂപ പോണ വഴി ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, പണത്തിന് പോലും അറിയത്തില്ല. ഞാൻ ആരുടെയൊക്കെ കൈകളിൽ പോകണം. അത് ജ്ഞാനത്തിൽ സമ്പാദിച്ചാലോ നിന്റെ ജ്ഞാനം ആർക്കും നിന്നിൽ നിന്ന് കവർന്നെടുക്കാൻ പറ്റില്ല. നീ കൊടുക്കും തോറും അത് തികഞ്ഞു വരും, കൊടുക്കും തോറും അത് വർദ്ധിച്ചു വരും. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിച്ചു വരും. വായിച്ചേ. മറക്കരുത്. അടുത്ത പറയൂ, ജ്ഞാനം സമ്പാദിക്കാൻ നീ മറക്കരുത്. അല്ല, ആ വാക്ക് അവിടെ എഴുതിയിരിക്കുള്ള കാരണം മറക്കും, ബാക്കിയെല്ലാം ഓർക്കും. ഇത് കൃത്യമായിട്ടും എന്ത് ചെയ്യും? അതിന് എന്ത് സമ്പാദിക്കണം? ജ്ഞാനം സമ്പാദിക്കണം. അടുത്ത്, എന്റെ വചനങ്ങളെ. ഓ ഹല്ലേലൂയ. ശലോമൻ വരെ പറയും പരിജ്ഞാനം ദൈവം വിളമ്പിയപ്പോൾ ശലോമൻ കൊടുത്ത പരിജ്ഞാനത്തിൽ സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ വചനങ്ങളെ അടുത്ത് വചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. ആമേൻ. എന്റെ വചനങ്ങളെ വിട്ടു മാറരുത്. അടുത്ത്,
അതിന് നീ എന്ത് ചെയ്യരുത്? ഇത് ഇന്റിമസി ലവാണ്. നീ അതിനെ കൊണ്ട് ഉപേക്ഷിക്കരുത്. എങ്ങനെ വചനം ഉപേക്ഷിക്കുന്നത്? വഴിയരികിൽ വീണ വിത്തല്ലേ, പാറപ്പുറത്ത് വീണതല്ലേ, മുള്ളിനിടയിൽ വീണതല്ലേ? ഉപേക്ഷിക്കരുത്. അത് നിന്നെ എന്ത് ചെയ്യും? നിന്നെ കാക്കേണ്ടുന്ന വചനത്തെ നീ ഉപേക്ഷിക്കുക. അയ്യോ, കത്തി ഉണ്ടായിരുന്നു, നീ പാറത്തെടുക്കാൻ കത്തിയുടെ പോയി അലമാര വെച്ച് പൂട്ടി ഇട്ടോ. അത് നിനക്ക് നിന്നെ എന്ത് ചെയ്യും? കാക്കും. അപ്പൊ വചനം എന്നെ കാക്കും. പറഞ്ഞോട്ടെ, ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്നെ കാക്കും. സഭ എന്ത് പ്രാപിക്കണം? ജ്ഞാനം പ്രാപിക്കണം. അടുത്ത് ഏതിൽ പ്രിയം വയ്ക്കണം? ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തെ കുറിച്ച് അറിയുന്നതിൽ പ്രിയം വയ്ക്കണം. നമ്മൾ എന്തിലൊക്കെ പ്രിയം വെക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നിന്നെ എന്ത് ചെയ്യും കേട്ടോ? നമ്മൾ ഈ ഒരു വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചില്ലേ? അവൻ എന്റെ നാമത്തെ നിഷേധിച്ചില്ല, അവർ എന്റെ വചനത്തെ കാത്തുകൊണ്ട് സൂക്ഷിച്ചു. എങ്കിൽ നിന്നെ വചനം സൂക്ഷിക്കും. ആരാണോ വചനം സൂക്ഷിക്കുന്നത് അവനെ ആര് സൂക്ഷിക്കും? അവനെ ആര് സൂക്ഷിക്കും? ദൈവം സൂക്ഷിക്കും. അപ്പൊ ജ്ഞാനത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? അടുത്ത ജ്ഞാനം തന്നെ പ്രധാനം. അപ്പൊ ഈ വരങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാ? ജ്ഞാനം. ബാക്കിയെല്ലാം അതിന്റെ പുറകെ വരും. നീ അതിനെ എന്ത് ചെയ്തോളണം? സൂക്ഷിക്കണം, സമ്പാദിക്കണം, കരുതിക്കൊള്ളണം. അത് നിന്നെ കാത്തുകൊള്ളും. അടുത്ത 7 വായിച്ചേ. 4:7 വായിക്കേ. നിന്റെ സകല സമ്പാദ്യത്തിലും അതിന്റെ അപ്പുറം നീ എന്ത് നേടിക്കൊള്ളണം? ജ്ഞാനം, അതായത് ദൈവഭക്തി നേടിക്കൊള്ളണം. ആരെങ്കിലും പറഞ്ഞ ഇതിനേക്കാളും വലുതാണ് പിന്നെ രാഷ്ട്രപതിയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്ത് വേണം? രാഷ്ട്രപതിയൊക്കെ ഞാൻ ആയിക്കോളാം, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇത് വിട്ടൊരു കളി. ആരെങ്കിലും പറഞ്ഞു ഇത് ഉപേക്ഷിച്ചാൽ ഞാൻ വരാം, നീ വരണ്ട. മനസ്സിലാവുന്നുണ്ടോ? ചിലര് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പെന്തക്കോസ്ത് ആവുന്നവരുണ്ട്. ഇതിന് കഴിഞ്ഞ് നിസ്സാരമായിട്ട് ഓടിപ്പോയി CS കിട്ടുന്ന പെണ്ണിട്ടുന്നവരുണ്ട്. ഒരു കുടുംബം ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല. പോയി CS പെണ്ണിട്ടാൻ പോയതാ പെന്തക്കോസ്ത്. ജ്ഞാനം സൂക്ഷിച്ചോളൂ. അടുത്ത വാക്യം കണ്ടോ? നീ വചനത്തെ ഉയർത്തിയാൽ നീ അതിനെ ഉയർത്തണം. എല്ലാരും പറഞ്ഞേ, വചനത്തെ നീ ഉയർത്തണം. അപ്പൊ നേരത്തെ പരിജ്ഞാനത്തിന്റെ വചനം, നേരത്തെ ഈ ആത്മാക്കളുടെ വിചാരം പറഞ്ഞൊരു കാര്യം കണ്ടോ? നമ്മൾക്ക് ഇത് വരുമ്പോൾ നമ്മൾ ഏത് ആത്മാവിൽ നിന്നാണെങ്കിൽ നമുക്ക് വചനം പുറത്തു വരും. ഇല്ലെങ്കിൽ അവര് കായ പറയുള്ളൂ, നമ്മൾ തായും മായും ചേർത്ത് എല്ലാം ചേർക്കുന്നു. അകത്ത് ജ്ഞാനമുണ്ടെങ്കിൽ ആത്മാവ് സംസാരിക്കാൻ തരും. എത്ര പേർക്ക് മനസ്സിലായി? യേശു വചനമാകെ കൊണ്ട് പിശാചിന്റെ അടുക്കൽ യേശു സംസാരിച്ച എല്ലാം വചനമായിരുന്നു. അതുകൊണ്ട് അവൻ 3ാമത്തെ പരിപാടി എന്നപ്പോൾ ഒരു വചനം എടുത്തങ്ങ് വെച്ചു. യഹോവ പറഞ്ഞ വചനം യഹോവയ്ക്ക് താങ്ങിച്ചു കൊടുത്തു. കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു, അവൻ അതും വഴിക്കും ഓട്ടോ. ആമേൻ. എന്താ പറയുക? ഈ ജ്ഞാനത്തിന്റെ വചനത്തിന്റെ ആഴം മനസ്സിലായോ? നീ അതിനെ ഉയർത്തുക. അടുത്തെന്താണ്? അത് നിന്നെ ഉയർത്തും. അടുത്തെന്താണ്? നീ അതിനെ കെട്ടിപ്പിടിക്കണം, നീ അതിനെ ചുംബിക്കണം. ആവശ്യമില്ലാത്ത ചുംബനങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യണം? നീ വചനത്തെ ചുംബിക്കണം. അതിനൊരു സങ്കീർത്തനം 2:11 പറയുന്നില്ലേ? നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ വചനത്തെ ചുംബിച്ചുകൊള്ളുക. ഇവിടെ പറയുന്നു വചനം നീ ആലിംഗനം ചെയ്യണം. അത് നിനക്കൊരു മാനം കൊണ്ടുവരും. നമ്മൾ ആവശ്യമില്ലാത്തത് ആലിംഗനം നടത്തിയാൽ വേറെ ചിലത് കൊണ്ടുവരും. അടുത്തത് കണ്ടോ? ഈ വചനം നിന്റെ തലയിൽ എന്തുകൊണ്ടുവരും? ഒരു അലങ്കാരത്തെ കൊണ്ടുവരും. അടുത്തത് കണ്ടോ? നീ ഒരു മഹത്വ കിരീടം വെച്ച് തരും. ഇതെല്ലാം വെളിപ്പാടുകളല്ലേ ഈ സംസാരിക്കുന്നത്. ജീവകിരീടം, ജീവവൃക്ഷം, ഇതെല്ലാം അതിനകത്ത് പറയുന്നില്ലേ? അടുത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വചനം വേണ്ടേ? വചനം ഇല്ലാതെ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് നടക്കുമോ? വചനവുമായിട്ട് അനുസരണയില്ല, ബന്ധമില്ല. പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? എന്ന് പറയണം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കണമെങ്കിൽ വചനം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ആത്മാവ് വേണമെന്ന് പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായോ? എന്ത് പ്രാർത്ഥിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ഇടപെടണം, എന്ത് നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതെല്ലാം ആര് പറഞ്ഞു തരും? അപ്പൊ ഒരുത്തന് ദീർഘായുസ് ഉണ്ടാകാൻ എന്ത് വേണം?
സൗഖ്യമാകാൻ എന്ത് വേണം? ക്ലിയർ ആയോ? ആമേൻ. ജ്ഞാനത്തിന്റെ വചനം ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അടുത്ത് ജ്ഞാനത്തിന്റെ മാർഗ്ഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. കണ്ടോ, ഈ വചനം പറയുന്നു, ജ്ഞാനം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും തെറ്റായ വഴിയിൽ നടത്തത്തില്ല. അതാണ് ആത്മാവുള്ളവൻ തെറ്റായ വഴിയിൽ നടക്കില്ല. അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും തെറ്റിപ്പോയെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടാതെ ജ്ഞാനത്തെ വിട്ടുകളഞ്ഞു. ജ്ഞാനം എന്ന വചനം നമ്മൾ ഇല്ലാതെ പോയി. ജ്ഞാനത്തിന്റെ വരം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. വരുന്നായോ? 5-ാം അധ്യായം 9-10-12. 9-ാം അധ്യായം 10-12. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും. ഒരു പത്ത് കൊടുത്താലേ കർത്താവ് ആ വരം ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അത് ആ പരിശുദ്ധൻ, ദൈവത്തിന്റെ പരിശുദ്ധൻ ആരാ? ക്രിസ്തു തന്നെ. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശുവിനെ നോക്കി പറയാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. ആ പരിശുദ്ധനെ കുറിച്ചുള്ള വിവേകം കൊടുക്കുന്ന ആരാ? ആ പരിജ്ഞാനത്തിലേക്ക് വരുന്ന ആരാ? ക്രിസ്തു എന്ന പരിജ്ഞാനത്തിലേക്ക് ജ്ഞാനം കൊണ്ടുപോകും. അതാണ് രണ്ടാമത്തെ വരം, പരിജ്ഞാനമാണ്. അപ്പൊ പരിജ്ഞാനത്തിന്റെ വചനം എന്ന് വെച്ചാൽ ഒരുത്തൻ ക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ജ്ഞാനമോ ദൈവഭക്തിയും ദൈവഭയവും. അപ്പൊ തന്നെ രക്ഷിച്ച ക്രിസ്തുവിനെ കുറിച്ച് അവൻ പരിജ്ഞാനം പ്രാപിക്കുന്നതാണ് രണ്ടാമത്തെ വരം. ഒന്നാമത്തെ വരം ദൈവം തന്നു. ആ വരത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്? ക്രിസ്തു എന്ന പരിജ്ഞാന പൂർണ്ണതയിലേക്ക്. ലേഖനത്തിലില്ലേ അങ്ങനെ ഒരു വാക്യം? ക്രിസ്തു എന്ന പരിജ്ഞാന പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പരിജ്ഞാനത്തിന്റെ വരം. വചനം ഇപ്പൊ വായിച്ചോ. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആവുന്നു. 12. നീ ജ്ഞാനിയാകുന്നു എങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കും. അപ്പൊ നീ ജ്ഞാനിയാകുന്നു എങ്കിൽ, ദൈവത്തെ കുറിച്ച് നീ അറിയുന്നുവെങ്കിൽ, നീ നിന്നോട് ഉപദേശിക്കുന്നവനാകും. കരമത്തിന് മഹത്വം കൊടുത്താട്ടെ. നമുക്ക് പലപ്പോഴും ഉപദേശിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? എന്തില്ല? ആരെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. മനസ്സിലായോ നമ്മളെവിടെ പെട്ട് കിടക്കണമെന്ന്? ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് വചനം കേട്ടിട്ട്? ഇല്ലെന്നോ? ഈ വചനം ഇഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? 12 വായിച്ചോ. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കും. ദൈവത്തിന്റെ വചനത്തെ പരിഹസിക്കുന്നതിന്റെ അവസ്ഥ എന്താവും? ശിക്ഷ വരുന്ന വഴി മനസ്സിലായി. ചിലർക്ക് അങ്ങ് പറയുമ്പോ ഇങ്ങനെ കുറെ കാലമായിട്ട് പറയാൻ ഒരു കുഴപ്പം വന്നില്ലല്ലോ, വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. പരിഹസിക്കരുത്. ദൈവിക ദൂതുകളെ പരിഹസിക്കരുത്. ദൈവിക വചനത്തെ, പ്രബോധനത്തെ പരിഹസിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന വിഷയങ്ങളെ തുച്ഛീകരിക്കരുത്. അത് സംഭവിക്കാതിരിക്കാനാണ് ഇടപെടുന്നത്. പരിഹസിച്ചാൽ വരും. നീ മാത്രമായി ദുഃഖിക്കേണ്ടി വരുന്നതാ അതിനെ പറയുന്നത്. 10-1. അപ്പൊ ജ്ഞാനമുണ്ടെങ്കിൽ അവൻ അപ്പനെ സന്തോഷിപ്പിച്ചേ മതിയാവും. മക്കളെ, നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കണം? ജ്ഞാനമുള്ള മകനും മകളും. അത് മകൻ എന്ന് പറയാനുള്ള കാരണം ഈ മകന്റെ അകത്തെടുപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത പോലെ പുരുഷനിൽ മറിഞ്ഞിരിപ്പുണ്ട്. അത് മകനെ, നിന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ ആരെ സന്തോഷിപ്പിക്കും? അപ്പന് സന്തോഷം കൊടുത്തേ മതിയാവും. അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, കൊടുത്തോണം. അതുകൊണ്ട് താഴെ വരും, പേടിക്കണ്ട. അമ്മമാർക്കുള്ള വരും. എടുത്തു വായിച്ചേട്ടെ. ഒന്ന് കഴിഞ്ഞോ? കണ്ട, പോഷത്വമുള്ള മക്കൾ. കാരണം അപ്പന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരെടുത്ത് ദൂരം അറിയാൻ പറഞ്ഞിട്ട് പോകും. പക്ഷെ അമ്മ വ്യസനം കൊണ്ടെന്തി കരയും. മക്കളുമാരും മിണ്ടുന്നില്ല. അപ്പോ അതൊന്നുകൂടെ വായിച്ച പോലെ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കും. പോഷനായ മകൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയാവുള്ളൂ. ഈ ചവിട്ടുകുത്തുകയറ്റി ഇതിനൊക്കെ പെട്ടിട്ട് ഇച്ചി കോരി ഇതിനെ കൊണ്ട് നടന്നു, കൈ വളർന്നു, കാല് വളർന്നു. ഒരു അമ്മയുടെ സ്നേഹം ഭയങ്കരമാണ്. അതുകൊണ്ട് അത് വ്യസന ഹേതുവായി തീരും ജ്ഞാനമില്ലെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് ജ്ഞാനമുള്ളവൻ ദൈവിക കൽപ്പനകളെ കൈക്കൊള്ളുന്നു.
ഒരു സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്? വചനം ഇല്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഇങ്ങോട്ട് വടാന്ന് വിളിച്ചാൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കണ്ണ് കുത്തിപ്പൊട്ടി. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോകുന്നതിന്റെ പുറത്ത് കാണും. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10:45 വരും. 9 മണിക്ക് മീറ്റിംഗ് ആണെങ്കിൽ 9 മണിക്ക് കയറത്തില്ല. ഈ വീട് ചുറ്റും കോഴി കറക്കാൻ നടക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും പോകുന്ന കാക്കയോടെങ്കിലും കാക്കയെ കൂടെ ഇവിടെ 4 മിനിറ്റ് പോയി. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളും. എല്ലാവരും പറഞ്ഞാട്ടെ, ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളും, ഉപദേശം കൈക്കൊള്ളും. കീഴടങ്ങിയിരിക്കാനുള്ള സ്വഭാവം ഉണ്ടാകും. നമ്മളിപ്പോൾ സ്നേഹമുള്ള അധ്യാപനം പഠിപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് പോസ്റ്റ് പറഞ്ഞാലും എന്ത് ചെയ്യും? നേരെ നമ്മൾ ചില്ലോളം ദേഷ്യം ഉണ്ടെങ്കിൽ സൈൻ തീറ്റ അതൊക്കെ കുറേ കേട്ടു, കോസ് തീറ്റ, കോഴിത്തീറ്റ അവൻ തോറ്റു. അങ്ങനെ തോറ്റൊരാളാണ് നമ്മുടെ ഒന്നും അറിയത്തില്ല സൈൻ തീറ്റ. അടുത്ത പറഞ്ഞു വിടുവായൻ എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് വിടുവായിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? നമ്മൾ വായിന്ന് പോയ വാക്ക് സൂക്ഷിച്ചോളണം. ഹല്ലേലൂയ. എനിക്ക് ഒരു ദിവസം ശൈലിച്ച് വല്ലപ്പോഴും പറയും പഴയ ശൈലിയായിരുന്നെങ്കിൽ, അപ്പൊ അതിനർത്ഥം ശൈലി മാറി. സന്തോഷമുണ്ട്. പുതിയ ശൈലിക്ക് ക്ലിപ്പിട്ടു. പുതിയ ശൈലിക്ക് അങ്ങനെ പഴയതുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷമുള്ള വാക്കുകളാണ്. അഹങ്കരിക്കരുത്, മാറിക്കൊണ്ടേയിരിക്കും. എന്ത് വായിച്ചേ? കഴിഞ്ഞോ? 27 8 വായിച്ചോ? 27 14 15 ഒക്കെ അതിലുണ്ട്. ഞാൻ പറയണത് നോട്ട് ചെയ്താൽ. ഇനി അടുത്ത് കണ്ടോ, ദീർഘായുസ് നേരത്തെ എടുത്ത് പറഞ്ഞു. ഇപ്പൊ 12ാമത്തെ വയസ്സ് വരെ ഉള്ളൂ, ശേഷം ചിന്ത്യം എന്നാണ് ജാതകമെങ്കിൽ അവൻ കർത്താവിന്റെ സന്നിധി വന്നു കഴിയുമ്പോൾ അവന്റെ ആയുസ് നീളാൻ തുടങ്ങും. ഇപ്പൊ മനസ്സിലായോ? ചില സ്വപ്നങ്ങൾ കാണുന്നതിന്റെ ആയുസ് നീട്ടിത്തരാനാണെന്ന്, അല്ലാതെ മരിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. ഇല്ല, ഞാൻ മരിക്കും, നീ മരിക്കണ്ട. ചില മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാ? ജ്ഞാനം എന്തിനെ കൊണ്ടുവരും? ജ്ഞാനം എന്തിനെ കൊണ്ടുവരും? ദീർഘായുസിനെ കൊണ്ടുവരും. അടുത്ത ഇന്നത്തെ കഴിഞ്ഞോ? 11ന്റെ 2, 29, 30 സമയമായില്ല. അപ്പൊ താഴ്മ ഭക്തന്റെ ആവശ്യമാണ്. അപ്പൊ ഭക്തൻ ജ്ഞാനമുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നികളം കാണിച്ച്, അഹങ്കാരം കാണിച്ച്, വഴക്കുണ്ടാക്കി, കോപം കാണിച്ച്, കണ്ണുമുരുട്ടി, മോഹവും ക്രാവി, പിന്നെ എന്തിനും നിരസനം കാണിച്ച് അവൻ ഭോഷനാണ്, ഭോഷക്കുള്ളവനാണ്. അപ്പൊ താഴ്മയുള്ളവനെ കണ്ടാൽ എങ്ങനെ അറിയാം? ജ്ഞാനമുണ്ട്. അതിന് കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എങ്കിൽ നിന്ന് കേട്ട് പഠിപ്പിൻ. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. മാത്യു ചാപ്റ്റർ 11. അടുത്ത വാക്യം. സ്വഭാവനത്തെ ഇതും കാണിച്ചിട്ട് അപ്പൊ അതാ വചനം പൂർത്തീകരിച്ച് വായിക്കും. അതിന് മുമ്പിലത്തെ വചനം വായിക്കും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. സ്വഭവനത്തെ വലയ്ക്കുന്നവനാണ് ഈ കോപം കാണിക്കുന്നവൻ. ഓഷ്ക്ക് പറയുന്നത് ഈ ഹലോ ശ്രദ്ധിക്കേ, വഴക്കുണ്ടാക്കുന്നത്, പാതുവയ്ക്കുന്നത്, വലയ്ക്കുക വീടിനെ. ശരിയല്ലേ? ഒരാൾ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ വീട് വലയോ? ആകെ വലയില്ലേ? പക്ഷെ പിന്നത്തേൽ അവന് വായു വെളിപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ വലയ്ക്കുന്നവരെ കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, വായു പോകുന്നല്ല പറഞ്ഞ്. വായു അത്രേ. പിന്നെ അത് ജ്ഞാനമുള്ളവന് ഇവര് ദാസന്മാരായി തീരേണ്ടി വരും. സർ, ഞാൻ മറ്റേ സർ കൂടെ വരാൻ സർ അറിയേണ്ടി വരും. അടുത്ത എത്രാമത്തെ വാക്യം? 11:30. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. എന്തുകൊണ്ടാണ് സുവിശേഷം നടക്കാത്തത് മനസ്സിലായത്? ജ്ഞാനമില്ല. ഇതൊക്കെ തിങ്ങിയാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റും. ദൈവത്തെ കുറിച്ചുള്ള അറിവും സ്നേഹവും തിങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതൊന്നും നമുക്കുള്ള ബാക്കിയല്ല. മനസ്സിലായി? ഇത് മാത്രം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ഉടനെ തന്നെ ഹൃദയ വാതിൽ കടച്ചു ഈ കുത്ത് ഇങ്ങോട്ട് വേണ്ട, ഞാനതിനെ ചവിട്ടി തുറക്കുന്നു.
തുറന്നു. ഇനി കേക്ക്. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. അവ കടത്തിരിക്കുന്നിടത്ത് പറയും, ജ്ഞാനിയായവ ഹൃദയങ്ങളെ നേടുന്നു. 30 കഴിഞ്ഞോ? 12-ന്റെ 15, 18. വായിച്ചാട്ടെ. 12-15. അപ്പൊ ഒരു ഭോഷമുള്ളവന് തന്റെ വഴി ചുവടുള്ളതായിട്ട് തോന്നും, പക്ഷെ എന്തല്ല ചുവട്. അടുത്ത്, ജ്ഞാനിയോ ദൈവത്തിന്റെ ആലോചന കേട്ടെന്ത് ചെയ്യും? കൃത്യമായ സ്വന്തം വഴിയിൽ തീരുമാനം എടുക്കാതിരുന്നവന് ഉടനെ മറുപടി കിട്ടി. ജ്ഞാനിയോ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചന കേട്ടെന്ത് ചെയ്യും? നീ പോകരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചിന്തിക്കരുത്, നീ ഇങ്ങനെ ചെയ്യുക. അവൻ ജ്ഞാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവ അനുസരിച്ചിരിക്കും. അകത്ത് ക്രിസ്തു അനുസരണക്കേട് കാണിക്കുന്നവർക്ക് അകത്ത് ക്രിസ്തു ഉള്ളവരെന്ത് ചെയ്യും? പരിജ്ഞാനം കൈക്കൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? മനം തിരിയാൻ മനസ്സ് വരും. ബാക്കി വായിക്കാം. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഉണ്ടോ അങ്ങനെ? നിങ്ങൾ അവന് കുത്താറുണ്ടോ? ഇരിക്കും. ഇങ്ങനെ വാളുകൊണ്ട് കുത്താൻ പറ്റും. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായിട്ട് വായിച്ചു. ജ്ഞാനികളുടെ നാവ് സുഖപ്രദം. അടുത്തോ? അത് എത്ര വായിച്ചേ? 24 വായിച്ചു. 24. വായിച്ചേ. 21. അപ്പൊ നീതിമാൻ, ജ്ഞാനമുള്ളവന് ഒരു തിന്മയും, നിങ്ങൾ ആ വചനമൊക്കെ അണ്ടർലൈൻ ചെയ്തോണം. ജ്ഞാനമായവന്, ജ്ഞാനമുള്ളവന് ഒരു തിന്മയും വരികയില്ല, ഒരു തിന്മയും വരികയില്ല. നമ്മൾ നേരത്തെ ഒന്ന് വായിച്ചു. എന്താണ്? ജീവവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞത് നീതിയുടെ. പക്ഷെ ഇവിടെ പറയാണ് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാകുന്നു. അപ്പൊ ഇത് എന്താ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജീവന്റെ ഉറവയെ കുറിച്ചാണ്. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. അതിനാൽ മരണത്തിന്റെ ഇപ്പൊ പ്രബോധനം കൈക്കൊള്ളുന്നവൻ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ഏതെങ്കിലും ഒരു മരണപരമായ വിഷയങ്ങളെ കണ്ടാൽ അവൻ എന്ത് ചെയ്യണം? ദൈവസന്നിധിയില് ജ്ഞാനം പ്രാപിച്ചു കൊള്ളണം, ദൈവത്തോട് പറ്റിയിരിക്കണം. ഒരു വീട്ടിൽ കർത്താവ് ഒരാളെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിനകത്തും ദുരന്തം മാറ്റിക്കളയാനാണ്. ദൈവമക്കളെ, നിങ്ങൾ സഭയാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദുർമരണം നടക്കാൻ പാടില്ല, ദോഷം നടക്കാൻ പാടില്ല. നിങ്ങൾ ഉണരണം. നിങ്ങൾ ആ വീടിന്റെ കാവൽക്കാരായിരിക്കണം. നിങ്ങളെ അറിയിക്കാതെ ദൈവം അവിടെ ഒന്നും ചെയ്യത്തില്ല. ദുഷ്ടൻ കൊണ്ടുവരുന്ന പദ്ധതിയെ ദൈവം മുന്നറിയിപ്പ് തരും. ഇവിടെ പറയുന്നുണ്ടോ? മരണം വിട്ടൊഴിയുന്നാണ്. ആ വാക്യം ഒന്ന് വായിച്ചട്ടെ. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകും, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. മരണക്കെണിയാണ്, അത് ഒഴിഞ്ഞു പോകും. ഇത് എത്ര വാക്യം വായിച്ചേ? 14. 24. ഇരുപത്തൊന്ന് വായിച്ചട്ടെ. ഓക്കെ. 18-ന്റെ 13-ന്റെ 14, 16. 13-ന്റെ 14, 16. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. 16. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. അപ്പൊ സൂക്ഷ്മ ബുദ്ധിയുള്ള ജ്ഞാനമുള്ളവൻ എങ്ങനെ പ്രവർത്തിക്കും? പരിജ്ഞാനത്തോടെ. ജ്ഞാനത്തിന്റെ വചനമുള്ളവനിൽ പരിജ്ഞാനം വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവാം. ജ്ഞാനത്തിന്റെ വചനം പ്രാപിച്ചുകൊള്ളണം, അത് വരമായി പ്രാപിച്ചുകൊള്ളണം. ചുമ്മാ വരത്തില്ല. വചനം വായിക്കണം, ബുദ്ധി വരണം, ആത്മാവിന്റെ ശബ്ദത്തിനോട് ചെവി കൊടുക്കണം.
ഇവിടെയാണ് സഭ ബ്ലോക്കായി കിടക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ സുവിശേഷം ബ്ലോക്കായി കിടക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ സൗഖ്യം ബ്ലോക്കായി കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പലതിനും പെട്ടതുപോലെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളെല്ലാം ഈ ഭാഗത്താണ്. ക്ലിയറായോ? മനസ്സിലാവുന്നുണ്ടോ? 15:2 അങ്ങനെയൊക്കെ വായിച്ച് 16 വായിച്ചു. 15:2, 7, 31. ജ്ഞാനിയുടെ അപ്പൊ ജ്ഞാനമുള്ളവന്റെ വായിൽ നിന്ന് എന്ത് പുറപ്പെടും? പരിജ്ഞാനമുള്ള വാക്കുകൾ പുറപ്പെടും. ഭോഷ്കിന്റെ വാക്കുകൾ എന്ത് ചെയ്യില്ല? മോശം വാക്കുകൾ എന്ത് ചെയ്യില്ല? വരില്ല. അടുത്ത് 7 വായിച്ചിട്ട് 31. അവക്കൊന്നര വായിച്ചിട്ടെ. ശാസന കേൾക്കുന്നവൻ എവിടെ ഇരിക്കും? ജ്ഞാനികളുണ്ട്, ജ്ഞാനികളുടെ മധ്യയിരിക്കും. എന്ന് വെച്ചാൽ വരങ്ങൾ ഉള്ളവന്റെ കൂടെ ഇരിക്കും. രക്ഷിക്കപ്പെട്ടവന്റെ കൂടെ ഇരിക്കും. 12 വായിച്ച്. ഞാൻ വിട്ടത് തന്നെയാണ്. 17, 16, 24 വായിച്ചത്. 17 ഇത് കണ്ടോ? മൂടൻ ബുദ്ധിയില്ലാതിരിക്കേ. ഈ വാക്യം ശ്രദ്ധിക്കും. മൂടൻ എന്തില്ല? ബുദ്ധിയില്ല. അപ്പോൾ ദ്രവ്യം കയ്യിലില്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുമെന്നായി എഴുതിയിരിക്കുന്നത്. പണമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുത്തരം പ്രാർത്ഥിക്കാൻ പണം വേണോ? യേശുവിനോട് അപേക്ഷിക്കാൻ പണം വേണോ? ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ചിലർ പറയാനുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പറ്റുമെന്നാണ് വചനം പറയുന്നത്. അടുത്ത വാക്യം. നിങ്ങൾ എന്റെ ആഴം മനസ്സിലാക്കി. ഒന്നുകൂടെ വായിച്ച്. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇപ്പോ ബുദ്ധിയുള്ളവരെ പോലെ പെരുമാറും. എന്നാൽ മൂടന്റെ കണ്ണോ നമ്മൾ ഇവിടുത്തെ കുറവുകളും അറുതികളും നോക്കിയിട്ട് നമ്മളെ വിധിച്ചുകൊണ്ടിരിക്കും. അവൻ മൂടൻ എന്നാണ് വചനം പറയുന്നത്. ആമേൻ. ഇവിടെയാണ് 17 വായിച്ചോ? ഓക്കെ. ഇനി 18-ന്റെ 1, 15. കൂട്ടം വിട്ട് നടക്കുന്നവൻ എന്തിനന്വേഷിക്കുന്നു? കൂട്ടം ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടം വിട്ട് നടക്കുന്നത്. കൂട്ടം വിട്ടാണ് എവിടെ പോയിടാന്ന് ചോദിക്കും. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ? ഒറ്റയ്ക്ക് നടക്കുക. മനസ്സിലായി? ചിലർ സഭയിൽ കയറാതെ നടക്കുന്നതിന്റെ കാര്യം സ്വച്ഛയെ അന്വേഷിച്ച് നടക്കുകയാണ്. സ്വന്തം ഇഷ്ടം നടപ്പിലാക്കണം. ജ്ഞാനത്തോട് അവൻ എന്ത് ചെയ്യും? ഇപ്പൊ എൻ്റെ ആടെ മനസ്സിലായോ? കൂട്ടം തെറ്റി നടക്കുന്നവൻ ദൈവത്തിന്റെ കാര്യം വരുമ്പോ, ദൈവ വിഷയം വരുമ്പോ കയർക്കും. അവൻ ഇഷ്ടപ്പെടില്ല. അടുത്ത വാക്യം. അത് കഴിഞ്ഞോ? 15 ബുദ്ധിമാന്റെ ഹൃദയം എന്ത് ചെയ്യും? നേരത്തെ ജ്ഞാനം സമ്പാദിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ എന്തിനു സമ്പാദിക്കുന്ന കാര്യം പറയുന്നു? പരിജ്ഞാനം സമ്പാദിക്കും. എല്ലാവരും പറഞ്ഞിട്ട് പരിജ്ഞാനം സമ്പാദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വരമാണെങ്കിലും ഇത് എന്ത് ചെയ്യണം? സമ്പാദിക്കണം. ഇതിനെക്കുറിച്ചാണ് കർത്താവ് മത്തായി 25 പറയുന്നത്. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചവൻ, 5 കിട്ടിയവൻ 5 താലന്തൂടെ സമ്പാദിച്ചു. 2 കിട്ടിയവൻ 2 കൂടി സമ്പാദിച്ചു. 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. അടുത്ത ആ വാക്യം ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അത് 19-20. എങ്ങനെയാണ് ജ്ഞാനി ആകുന്നൂടെ പറഞ്ഞുതരാണ്. നീ എങ്ങനെ ജ്ഞാനം പ്രാപിക്കും? എങ്ങനെ ജ്ഞാനം എന്ന വരം പ്രാപിക്കും? ഒന്നുകൂടെ വായിക്കും. നീ ആദ്യം എന്ത് ചെയ്യണം? ആലോചന കേട്ടിട്ട് പ്രബോധനം കൈക്കൊള്ളണം. ആലോചന കേൾക്കണം. കേട്ട് ചെവി വഴി കേട്ട് വാവഴി കളയരുത്. ചെവി വഴി കളയരുത്. പ്രബോധനം എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. അടുത്ത 21-11,
20, 22. ഞാൻ 5-6 മണിക്കൂറും 5-6 ദിവസം എടുത്ത് സമ്പാദിച്ച സാധനം അരമണിക്കൂർ കൊണ്ട് തരുമ്പോൾ അതും തിരിച്ചു. എത്രയത്തെ വായിച്ചേ? ഒന്നുകൂടെ വായിക്കുന്നത്. പരിഹാസിയെ ഉപദേശിച്ച് എന്തായി തീരും? ഒരു ചെറിയ ബുദ്ധി ജ്ഞാനിയാക്കണമെങ്കിൽ ശിക്ഷിക്കണം. എന്നാ ഒരു ജ്ഞാനിയെ ഉപദേശിച്ചാൽ ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ എന്തിലേക്ക് വരും? ദൈവമക്കളെ, നമ്മളിപ്പോ ഇവിടെ കിടക്കണം മനസ്സിലായോ? ആകയാൽ നിങ്ങൾ ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ വാഞ്ചിപ്പിൻ. അടുത്തത് 20 വായിച്ചാൽ. അപ്പൊ ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ എന്തുണ്ട്? എന്താ വിലയേറിയ നിക്ഷേപം? തീയിലൂതി കഴിച്ച പൊന്ന്. അടുത്തെന്താ? തൈലം. എന്താ? അഭിഷേകമുണ്ട്. ജ്ഞാനിയുടെ വീട്ടിൽ എന്തുണ്ട്? ഇവിടെ പൊന്നും പണമൊന്നുമില്ല, വചനവും അഭിഷേകവും ഉണ്ട്. ഇതിന്റെ ആഴം മനസ്സിലായോ? ജ്ഞാനത്തിന്റെ വചനമുള്ളവൻ എവിടെ കയറും? വീരന്മാരുടെ പട്ടണത്തിൽ കയറും. എന്നിട്ട് അവിടെ അവർ കെട്ടിവെച്ച കോട്ടകൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ കൊരിന്ത്യർ പുസ്തകം 15 വായിക്കുന്നത്. സാങ്കല്പിക കോട്ടകളെ ഇടിച്ചു കളയും. ജ്ഞാനമുള്ളവൻ ഇടിച്ചു കളയും. അടുത്ത് 22:17. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യഹോവേ, എന്റെ യേശുവേ, ജ്ഞാനിയുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിജ്ഞാനത്തെ മനസ്സ് വയ്ക്കുക. പരിജ്ഞാനത്തിൽ മനസ്സ് വയ്ക്കാൻ പറയുകയാണ്. ഇപ്പൊ എത്ര വായിച്ച? 23:15, 19. 15-19. അതിനെ നീ ജ്ഞാനത്തെ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്കിൽ ആരുടെ ഹൃദയം സന്തോഷിക്കും? ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കും. 19 വായിച്ച. 23:19. ജ്ഞാനം കേട്ട് നേർവഴിക്ക് നിന്റെ ഹൃദയത്തെ നീന്തിയണം. നിന്റെ ഹൃദയത്തെ ആര് നടത്തണം? നടക്കേണ്ടുന്ന വഴി എന്താണെന്ന് ആര് പറഞ്ഞു തരും? ജ്ഞാനം പറഞ്ഞു തരും. നടക്കേണ്ടത് ആര് തന്നെയാണ്? ഞാൻ നടക്കണം. 24:3, 4, 5. അപ്പൊ ഒരു വീട് പണിയണമെങ്കിൽ എന്ത് വചനം വേണം? എന്ത് കൃപാവരം വേണം? ബാക്കി എല്ലാ കൃപാവരം ഉണ്ടെങ്കിലും ജ്ഞാനം ഇല്ലെങ്കിൽ വീട് പണി നടക്കുകയില്ല. 127 സങ്കീർത്തനത്തിൽ 1 വാക്യം എന്താ പറയണേ? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ യഥാപണിയുന്നു. ഒരു ഭവനം പണിയണമെങ്കിൽ അവൻ എന്തിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകണം? ദൈവത്തെക്കുറിച്ച് ഒരു വരമായി അതുണ്ടാകണം. ജ്ഞാനം വീട് പണിയുന്നു. 4. അപ്പൊ ജ്ഞാനിയായ പുരുഷൻ ബലവാനാകും. 28:26. സ്വന്തം ഹൃദയത്തിൽ മൂടൻ. അപ്പൊ നിങ്ങളെല്ലാം ഇപ്പം ചിലരെങ്കിലും മൂടത്തനം ചിന്തിച്ചില്ലേ? ജ്ഞാനത്തോട് മാത്രം കൊടുക്കും. ആമേൻ. 29:3, 8, 15. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. വേശ്യവനോട് സഹവാസം ചെയ്യുന്നവനോട് തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു.
പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, ക്രോധമുള്ളവന്റെ അവസ്ഥ മനസ്സിലായോ? ഒരു ജ്ഞാനി അതിനകത്തുണ്ടെങ്കിൽ ആ ജ്ഞാനി എന്ത് ചെയ്യും? ക്രോധത്തെ ശമിപ്പിക്കും. ഇനി ജ്ഞാനിയാണ് കോപിച്ചുകൊണ്ടിരുന്നാലും അവൻ ജ്ഞാനി അല്ലെന്നാണ് അർത്ഥം. അടുത്ത വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്കില്ലല്ലോ. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. അപ്പൊ വടി ശാസനവും എന്ത് കൊണ്ടുവരും? നിങ്ങളുടെ അടുത്ത് ഞാൻ വഴക്കുണ്ടാക്കുന്നത് തെറ്റാണോ? നിങ്ങൾക്ക് വല്ലപ്പോഴും അടിച്ചിടുന്നത് തെറ്റാണോ? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ബലമായി പിടിച്ചു വരുത്തുന്നത് തെറ്റാണോ? വചനം പഠിക്കാൻ പറയുന്നത് തെറ്റാണോ? കള്ളം പറയുന്നത് പറയുന്നത് തെറ്റാണോ? അല്ല. ഉണ്ടാ കണ്ട എഴുതി വെച്ചിരിക്കണ ബാക്കി കംപ്ലീറ്റ് അച്ചു വായിച്ചാട്ടോ. അമ്മയില്ലാത്ത ഭാഗ്യം അത് വായിച്ചു. അതുകൊണ്ട് എന്നെ ശാസിക്കണ്ട, നീ ആര് പോവാ ശാസിക്കണമെന്ന് ചോദിക്കരുത്. ചില മക്കൾക്ക് അങ്ങനെ ഒരു ഭാവമുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ ഉദ്ദേശിക്കാൻ നിങ്ങളാരുണ്ട്, ഞാനെല്ലാം ആയി എന്നുള്ളതാണ്. വടി ശാസനയും അമ്മയ്ക്ക് എന്തുകൊണ്ടൊരു മടക്കിയാട്ടോ.